ആയോധന കലയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിയന്ത്രണങ്ങൾ മുഴുവൻ നമ്മുടെ തലയിലാണെന്ന് കരുതുക. ബോഡിയുടെ എല്ലാ പാർട്ടിനും നിയന്ത്രണം ഇവിടേക്ക് വരിക. ഇനി ഇതിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട നാഡികൾ ഞരമ്പുകളെല്ലാം തന്നെ എവിടെയാണ്? നമ്മുടെ പെടലിയുടെ ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഗാർഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് മേജർ പാർട്ടായിട്ടുള്ള തലയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഗാർഡ് പൊസിഷൻ വെക്കുന്നത്. ക്ലിയർ? ഇപ്പം ഇത്രയും ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ കയ്യൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നേരെ വരുന്നത് സൈഡിൽ നിന്ന് വരുന്നതായിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകൾ അടയുന്ന ഒരു സെക്കൻഡ്സ് ഓഫ് ടൈം ചിലപ്പോൾ നമുക്ക് അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അഭ്യാസത്തിൽ നമ്മൾ കണ്ണുകൾ തുറന്നിരിക്കണം, കണ്ണുകൾ അടഞ്ഞിരിക്കും. ഇപ്പം നമ്മൾ ചില പ്രാക്ടീസുകൾ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ കണ്ണടച്ചിങ്ങ് തട്ടുന്ന കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് അപകടമാണ്. അത് അവരെ തിരുത്തിക്കൊണ്ട് വരേണ്ടത് ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭ്യാസം നമ്മൾ കൊണ്ടെത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധ. ഇപ്പം നിങ്ങളൊരു അത്ഭുതമുള്ളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ വിരിഞ്ഞിരിക്കും. അതുപോലെ തന്നെ കണ്ണടയുന്ന അവസ്ഥ കുറവായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കണ്ണുകൾ ചെയ്യുന്ന കാര്യം. എന്നാലും കണ്ണിന് നേരത്തെ ഒരു പൊടി വരികയോ അല്ലെങ്കിൽ ഒരു പൊടി എരിയുകയോ വെച്ചാൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ തല മാറ്റാനുള്ള റിഫ്ലക്സിൻ്റെ അളവ് കൂട്ടണം. റിഫ്ലക്സിൻ്റെ അളവുകൾ കൂട്ടാനാണ് നമ്മൾ എക്സർസൈസുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ തുറന്നിരിക്കണം, നമ്മൾ കാണണം, ശ്രദ്ധിക്കണം, ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ബാക്കി പാർട്ട് കൊണ്ടാണ്. അപ്പോൾ ആക്ട് ചെയ്യുന്ന പാർട്ടുകളെല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോ പാർട്ടിനും വേണ്ടിയുള്ള എക്സർസൈസുകൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഒരാളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കുറച്ചേറെ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പറ്റുന്നത്. ഇതെല്ലാം ബേസിക് ആയുള്ള കുറച്ചേറെ കാര്യങ്ങളാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ അയാളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അയാൾ അടുത്ത അറ്റാക്ക് എന്താ വരുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുന്നേ കൂട്ടി. അതെന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാകുന്ന ചില ശ്രദ്ധകളാണ്. അതിന് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഗുരുക്കന്മാരെ അതീവ രഹസ്യമായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അറ്റാക്ക് ചെയ്യുന്ന മെത്തേഡിൽ അവർ അനങ്ങുന്നത് എങ്ങനെയാണ്. അപ്പം നമ്മൾ സാധാരണ പറയും തേടയിലേക്ക്, മൂന്നാം കണ്ണിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറയും. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എതിരാളിക്ക് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതലും നമുക്ക് അറ്റാക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ തൊണ്ടക്കുഴിയിലേക്ക് നോക്കുന്നതെങ്കിൽ അയാളെ ശ്രദ്ധിക്കുന്ന തോന്നലായി കൊണ്ടുതാനും, എന്നാൽ അയാളുടെ കാല്, കൈ, എല്ലാ പാർട്ടുകളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ. അതുപോലെ തന്നെ പൊതുവിൽ നമുക്കിവിടെ സെൻട്രൽ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ബോഡി ഇത്രയും ഭാഗത്താണ് നിൽക്കുന്നത്. കാലുകൾ അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്, കൈകൾ അതിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. അപ്പം ബോഡി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇത്രയും പോർഷനാണ്. അപ്പോൾ അത്രയും പോർഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഇന്ന്. അല്ലാതെ ഇപ്പോൾ സെൻട്രൽ ബ്ലോക്ക് നമ്മൾ ചെയ്യുന്നു, അപ്പർ ബ്ലോക്ക് നമ്മൾ ചെയ്യുന്നു, ലോവർ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇതിൽ ഇത്ര ഏരിയയിലാണ് വരുന്നത്. ഓക്കെ. ആ ഏരിയയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന പറയുന്നത് പ്രാക്ടിക്കലി അടി വരുന്ന സമയത്തൊക്കെ. പിന്നെ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ കളരികളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് കൗണ്ട് ഇടും. മീൻസ് 1 ഒരടി, അവിടെ ഒരടി, ഒരു പഞ്ച്, അടുത്ത കിക്ക്, ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പൊതുവിൽ. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്താൽ ഇത് കൗണ്ട് ഇല്ല. ആൾക്ക് തോന്നുമ്പോൾ അടിക്കാം, തോന്നുമ്പോൾ ഇടിക്കാം, തോന്നുമ്പോൾ കിക്ക് ചെയ്യാം. അപ്പൊ ആ നിൽക്കുന്ന മറ്റേ ആളുടെ ശ്രദ്ധ കൊണ്ടാണ് അയാൾ തട്ടുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കൗണ്ട് ഇല്ല, ഇന്ന പോലെ കൗണ്ട് ഇല്ല. അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് ഈ സംഗതി ആയിരിക്കും മസിൽ മെമ്മറിയിലേക്ക് കിടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 വർഷം നിങ്ങൾ കളരി പഠിക്കുമ്പോൾ 1 2 3 4 5 എന്നാണ് കൗണ്ട് കൊടുത്ത് പഠിച്ചതെങ്കിൽ 2 അടി, 1 2 2 ഇടി, ഒരു കിക്ക്, ഓക്കെ, ഇങ്ങനെയാണ് ചെയ്ത് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇത് മസിൽ മെമ്മറിയിലാവും. അപ്പൊ നാച്ചുറലി ബോഡി എന്ത് ചെയ്യും? 1 2 3 4 5 എന്ന് പറഞ്ഞ് പ്രതിരോധിക്കും. പക്ഷെ ഇതായിരിക്കില്ല സ്ട്രീറ്റിൽ വരിക. അതാണ് എൻ്റെ അപകടം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും. അതിൽ സെൻട്രൽ ബ്ലോക്ക് ഇല്ല, അപ്പർ ബ്ലോക്ക് ഇല്ല, ലോവർ ബ്ലോക്ക് ഇല്ല, ഒരു തരത്തിലുള്ള ബ്ലോക്കും ഇല്ല. ഏത് വരുന്നോ അതിനെ അവിടെ വെച്ച് പ്രതിരോധിക്കാൻ പഠിക്കുമ്പോഴാണ് ഇത് സ്ട്രീറ്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണ് കരുതുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ ട്രെയിനിങ് മാറ്റുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ടാവും. ഇതിനകത്തു നിന്നായിരിക്കും ബാക്കി ക്യാച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം മെല്ലെ അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.